സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖമാണോ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ കൂട്ടുകാരെ? നമ്മള് 2025-26 വർഷങ്ങളിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സും കൃത്യമായിട്ടൊരു ഫ്രീ കോഴ്സ് യൂട്യൂബിലൂടെ നൽകുകയാണ്. എല്ലാ ക്ലാസിന്റെയും PDF നോട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം വഴി കിട്ടും. നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഫസ്റ്റ് കമന്റിലുണ്ട്. നിങ്ങൾ എല്ലാവരും അത് ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. 11 ക്ലാസ് എടുത്തു. ആ 11 ക്ലാസിന്റെയും ലിങ്ക് ഒരൊറ്റ പ്ലേലിസ്റ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് 12ാമത്തെ ക്ലാസ് ആണ്. നേരിട്ട് ക്ലാസ്സിലേക്ക് പോവുകയാണ്. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വനിതാ കമ്മീഷൻ നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് പറന്നുയരാം കരുത്തോടെ. പറന്നുയരാം കരുത്തോടെ കിട്ടുന്നുണ്ടോ? നോക്കൂ, ഇവിടെയാണ് ഈ ഒരു ക്യാമ്പയിന്റെ അംബാസഡർ ആയിട്ട് മഞ്ജു വാര്യർ, നമ്മുടെ പ്രിയ ചലച്ചിത്ര താരം മഞ്ജു വാര്യർ വരുന്നുണ്ട്. ഈ ക്യാമ്പയിൻ ഏതാണ്? പറന്നുയരാം കരുത്തോടെ. വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പി സതീദേവിയെ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാൻ വേണ്ടി സാധിക്കും. കേരളത്തിലെ മുഖ്യമന്ത്രിയും കാണാം. ഒരു ചോദ്യം ഞാൻ അവിടെ ചോദിക്കട്ടെ. കേരളത്തിന്റെ ഇപ്പോഴത്തെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് ആര്? പി സതീദേവി. മാഡത്തിന്റെ ഫോട്ടോ ഇതിനകത്തുണ്ട്. പി സതീദേവി ചോദിക്കും. പി സതീദേവി എത്രാമത്തെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് പി സതീദേവി? അറിയാമോ? ഇതുവരെ എത്ര പേരായിരുന്നു ഈ ഒരു പൊസിഷനിൽ എത്തിയത്? നോക്കൂ, ആദ്യത്തെ വ്യക്തി 1996. ഡേറ്റ് ഒന്ന് പഠിച്ചു വെക്കുക. 1996 മാർച്ച് മാസം 14-ാം തീയതിയാണ് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1996 മാർച്ച് 14. കേരളത്തിലെ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ടീച്ചറായിരുന്നു. ആരായിരുന്നു? സുഗതകുമാരി ടീച്ചറായിരുന്നു. സുഗതകുമാരി ടീച്ചറായിരുന്നു. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നിലവിൽ കേന്ദ്രത്തിൽ കേന്ദ്ര വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ് ചോദിച്ചത്? നിങ്ങൾ പറയണം. വിജയ കിഷോർ രഹത്കർ. ആരാണ്? മാഡത്തിന്റെ പേര് വിജയ കിഷോർ രഹത്കർ. ഒന്നോർത്ത് വെച്ചേക്കണേ. നിലവിലെ കേന്ദ്ര വനിതാ കമ്മീഷന്റെ അധ്യക്ഷയുടെ പേര് വിജയ കിഷോർ. ഞാൻ വിയർക്കുന്നുണ്ട്, അതുകൊണ്ട് എഴുതുന്നില്ല കേട്ടോ. വിജയ കിഷോർ രഹത്കർ. വിജയ കിഷോർ രഹത്കർ. നിങ്ങൾ കേട്ട് എഴുതി വെക്കുക കേട്ടോ. വിജയ കിഷോർ രഹത്കർ. നോക്കൂ, 1996 മാർച്ച് 14-ാം തീയതിയാണ് നമ്മുടെ കേരളത്തിൽ വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെങ്കിൽ കേന്ദ്ര വനിതാ കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് 1992 ജനുവരി മാസം 31-ാം തീയതിയാണ്. അപ്പൊ കേന്ദ്ര വനിതാ കമ്മീഷൻ, കേന്ദ്രത്തിനകത്ത് കേന്ദ്ര വനിതാ കമ്മീഷൻ എന്ന് വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിക്കുക. കേന്ദ്ര വനിതാ കമ്മീഷൻ വന്നത് 1992 ജനുവരി 31. 1992 ജനുവരി 31 കേന്ദ്രം, 96 മാർച്ച് 14 കേരളം. ആദ്യത്തെ കേന്ദ്ര വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക് ആണ്. ജയന്തി പട്നായിക് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഞാൻ എഴുതണോ? ജയന്തി പട്നായിക്. മാഡത്തിന്റെ പേരൊക്കെ എല്ലാവർക്കും അറിയാം. ജയന്തി പട്നായിക് ആണ് ആദ്യത്തത്. കേരളത്തിൽ സുഗതകുമാരി. നിലവിൽ വിജയ കിഷോർ രഹത്കർ. ക്ലാസ് കാണുമ്പോൾ ചെക്ക് ചെയ്യണം. നിങ്ങൾ ഒരു 6 മാസം ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ ഈ ക്ലാസ് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിലവിലെ ഈ പൊസിഷൻ അല്ലെങ്കിൽ പോസ്റ്റിലുള്ള ആൾ മാറി നോക്കണം. പി സതീദേവി ഞാനിപ്പോ ക്ലാസ് എടുക്കുമ്പോഴാണ്, വിജയ് കിഷോർ രഹത്കറും ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോഴാണ്. ഓർത്ത് വെച്ചേക്കുക മക്കളെ. കേരളത്തിൽ വനിതാ കമ്മീഷന്റെ ക്യാമ്പയിനാണ് പറന്നുയരാം കരുത്തോടെ. ക്യാമ്പയിന്റെ അംബാസഡർ മഞ്ജു വാര്യർ ആണ്. ഗോവയിൽ നിലവിൽ വരാൻ പോകുന്ന പുതിയ 3ാമത്തെ ജില്ല ഏതാണ്? ഗോവ ഒരു കുഞ്ഞു സ്റ്റേറ്റ് ആണ്, നമുക്കറിയാം. അപ്പൊ ആ കുഞ്ഞു സ്റ്റേറ്റിൽ ഇതുവരെ 2 ജില്ലകൾ ഉണ്ടായിരുന്നു, സൗത്ത് ഗോവയും നോർത്ത് ഗോവയും. നോക്കൂ, 3ാമതൊരു ജില്ലയായിട്ട് കുശാവതിയാണ് വരുന്നത്. കുശാവതി. ഏതാണ് ആ ജില്ലയുടെ പേര്? കുശാവതി. ഗോവയിൽ നിലവിൽ വരാൻ പോകുന്ന പുതിയ ജില്ലയാണ് കുശാവതി. ഗോവയുടെ മുഖ്യമന്ത്രിയെ നമുക്ക് ഈ ഫോട്ടോയിൽ കാണാം. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു പുതിയ ജില്ല പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന്റെ പേര് പ്രമോദ് സാവന്ത്. ഇതും ചെക്ക് ചെയ്യണം. നിലവിൽ ഗോവൻ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ആണ്. ഓക്കെ, അപ്പൊ നിലവിലെ പദവികൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ക്ലാസ് കാണുന്നവര് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഗോവയെ കുറിച്ച് പറയുമ്പം മക്കളെ, നമുക്കറിയാം ഇന്ത്യയിലേക്ക് ഒരു യൂറോപ്യൻ ശക്തി ആദ്യമായിട്ട് എത്തുന്നത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്. കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ്. 1498 അല്ലെ? ആദ്യമായിട്ടൊരു വിദേശ ശക്തി എത്തുന്ന വർഷം 1498. നോക്കൂ, അങ്ങനെ പോർച്ചുഗീസുകാർ എന്ന് പറയുന്ന യൂറോപ്യൻ പോർച്ചുഗീസുകാർ അല്ലെ, വാസ്കോ ഡ ഗാമ പോർച്ചുഗീസുകാരല്ലേ, അവരിവിടെ വലിയൊരു കോളനി ഉണ്ടാക്കുന്നു. വർഷങ്ങളോളം അവർ ഇന്ത്യ ഭരിച്ചിരുന്നു.
നമുക്കറിയാം ഇന്ത്യയിലേക്ക് വന്ന വിദേശികളുടെ അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ ഒരു പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യം പോർച്ചുഗീസുകാരല്ലേ, പിന്നീട് ഡച്ചുകാരല്ലേ, പിന്നീട് ബ്രിട്ടീഷുകാരല്ലേ, പിന്നീട് ഫ്രഞ്ചുകാരല്ലേ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയാറ്, പോഡാ ബീഫെ എന്ന് പറയാറല്ലേ. പി പോർച്ചുഗീസുകാര്, ഡി ഡച്ചുകാര്, ബി ബ്രിട്ടീഷുകാര്, എഫ് ഫ്രഞ്ചുകാര്. ഇപ്പൊ PDBF എല്ലാം പോഡാ ബീഫെ എന്ന് പഠിച്ചാൽ മതി. അപ്പൊ ഈ ആദ്യമായിട്ട് വന്ന പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ നിന്നും അവസാനം പോയത്. ആദ്യം ഇവിടെ എത്തിയ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാര് അല്ലെ. അവരാണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പോയത്. വന്ന വർഷം 1498 വാസ്കോഡ് ഗാമ കാപ്പാട് നമ്മൾ പറഞ്ഞു. ഇവരെപ്പോഴാണ് ഇന്ത്യയിൽ നിന്ന് പോയത്? 1961 വർഷം പഠിച്ചു വെക്കുക. നമുക്കറിയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഗോവൻ വിമോചന സമരം അല്ലെങ്കിൽ ഗോവയ്ക്ക് വിമോചനം കിട്ടിയത് പോർച്ചുഗീസുകാരെ അവിടുന്ന് തുരത്തി ഇന്ത്യയുടെ സ്വന്തമാക്കി ഇന്ത്യയുടെ ഭാഗമായിട്ട് ഗോവ മാറിയത് 1961 ബ്രിട്ടീഷുകാരിൽ നിന്നുമാണ് നമുക്ക് 47 സ്വാതന്ത്ര്യം കിട്ടിയത്. അതിനുശേഷം ഫ്രഞ്ചുകാരുടെ കോളനി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ ഫ്രഞ്ചുകാരുടെ കോളനി ആയിരുന്നു നമ്മുടെ പോണ്ടിച്ചേരിയൊക്കെ അല്ലെ. 54 ഫ്രഞ്ചുകാർ ഇവിടെ നമ്മൾ തുരത്തുന്നത് 1954. നോട്ട് ചെയ്ത് വെച്ചേക്ക് 54. എന്നാൽ 1961 പോർച്ചുഗീസുകാര് ഇവിടുന്ന് പോകുന്നത്. ആ ഡേറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. 1961 എന്ന് പറയുമ്പോൾ ഡിസംബർ മാസം 19 തീയതിയാണ് ഗോവൻ വിമോചന സമരം അല്ലെങ്കിൽ ഗോവൻ വിമോചന ദിനം എന്നൊന്ന് ചോദിച്ചാൽ ഡിസംബർ 19 1961 അല്ലെ. ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെടുന്ന ഒരു പോലീസ് ആക്ഷൻ, ആ പോലീസ് ദൗത്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു, സൈന്യം നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ടായിരുന്നു പോർച്ചുഗീസുകാരെ തുരത്തിയത്. ഓർത്തു വെക്കണം. ഓപ്പറേഷൻ വിജയ് ചോദിക്കും എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ഗോവൻ വിമോചനവുമായി ബന്ധപ്പെട്ടാണ്. അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി VK കൃഷ്ണമേനോനായിരുന്നു. അന്നത്തെ 1961 ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആയിരുന്നു VK കൃഷ്ണമേനോനായിരുന്നു. ഇതൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഗോവ എന്ന് കേൾക്കുമ്പോൾ 61. ഈ 61 പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ രസകരമായ ഒരു പോയിന്റ് പറഞ്ഞുതരാം. എപ്പോഴും പിള്ളേർക്ക് തെറ്റിപ്പോകുന്ന PSCയുടെ സ്ഥിരം PYQ. കഴിഞ്ഞ വർഷമാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ വലിയ ശക്തമായ ഒരു പോരാട്ടമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അപ്പൊ ആ സിന്ദൂറിന്റെ പശ്ചാത്തലം നമുക്കറിയാം. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം നമുക്കറിയാം. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കരാർ ഇന്ത്യ റദ്ദു ചെയ്തു, സിന്ധു നദീജല കരാർ. അപ്പൊ ഓർത്തു വെക്കണം, കഴിഞ്ഞ വർഷം അതിന്റെ പ്രാധാന്യം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് നിങ്ങൾ നോക്കൂ, സിന്ധു നദീജല കരാർ എപ്പോൾ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1960. ഓർത്തു വെക്കാനുള്ള ട്രിക്ക് എന്താണ്? സെപ്റ്റംബർ 19. നോക്കൂ, ഇത് മിക്കവാറും മാറാൻ സാധ്യതയുണ്ട്. സെപ്റ്റംബർ 19, ഡിസംബർ 19. 60 സെപ്റ്റംബർ, ആദ്യം സെപ്റ്റംബർ മാസമല്ല, അപ്പൊ 60 സെപ്റ്റംബർ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചു. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച ഡേറ്റ് പറഞ്ഞ് 1960 സെപ്റ്റംബർ 19. എന്നാൽ ഗോവൻ വിമോചന ദിനം എന്നാണ്? അത് 1961 ഡിസംബർ 19. മാറിപ്പോവോ? മാറില്ല. ഇനി ഒരു പോയിന്റ് കൂടി ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പറയാം. ഗോവ എന്ന് പറയുന്ന സംസ്ഥാനം ഇത് 61 നമ്മൾ പിടിച്ചെടുത്തു, പോർച്ചുഗീസുകാരെ തുരത്തി. അന്നു മുതൽ കേന്ദ്ര പ്രദേശമായിരുന്നു. എന്നാൽ പിന്നീട് 56ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ, നോട്ട് ചെയ്തേക്കണം, 56ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് ഞാൻ എഴുതുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? ഈ ഒരു പ്രദേശത്തെ സ്റ്റേറ്റ് ആക്കി മാറ്റി. എത്രാമത്തെ സ്റ്റേറ്റ് ആയിരുന്നു? 25ാമത്തെ സംസ്ഥാനം. ഇന്ത്യയിലെ 25ാമത്തെ സംസ്ഥാനം. PSCയുടെ സ്ഥിരം PYQ ആണ്, പഠിച്ചു വെക്കണം. ഏത് വർഷമാണ് ഗോവ? 1987 ഒരു മെയ് മാസം 30 തീയതിയാണ്. ഡേറ്റ് നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ ആ മാസത്തിലും ഡേറ്റ് ഒന്നും ഓർത്ത് വെച്ചില്ലെങ്കിൽ വർഷം പഠിക്കുക. 1987 ഗോവൻ സംസ്ഥാനം രൂപീകരിച്ചു 25ാമത്തെ സ്റ്റേറ്റ് ആയിട്ട്. നോക്കൂ, 26ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് ഛത്തീസ്ഗഡ് ആണ് വരുന്നത്. 27 ഉത്തരാഖണ്ഡ് ആണ് വരുന്നത്. 28ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് ജാർഖണ്ഡ് ആണ് വരുന്നത്. ഇത് 3 ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ. സ്ഥിരം ചോദ്യമാണ്. ഇന്ത്യയിലെ 3 സ്റ്റേറ്റ് ഒരുമിച്ച് ഒരു മാസം. നോക്കൂ, 2000 എന്ന് പറയുന്ന വർഷം, 2000 നവംബർ 1 ഛത്തീസ്ഗഡ്, 2000 നവംബർ 9 ഉത്തരാഖണ്ഡ്, 2000 നവംബർ 15 ജാർഖണ്ഡ്. ചത്ത ഉത്തരയെ ജാറിലാക്കി എന്നൊരു കോഡ് മുൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ചത്ത ഉത്തരയെ ജാറിലാക്കി. 2000 നല്ല റൗണ്ട് സംഖ്യയല്ലേ? നോക്കൂ, മധ്യപ്രദേശ് അല്ലെങ്കിൽ ബംഗാൾ, ഒറീസ, ആ പറയുന്ന ബീഹാർ, ആ മേഖലയിൽ നിന്ന് 2 സ്റ്റേറ്റ് വരികയാണ്. ഒന്ന് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്.
അപ്പൊ നവംബർ 1 ഛത്തീസ്ഗഡ്, നവംബർ 15 ജാർഖണ്ഡ്. നമുക്കറിയാം നവംബർ 15 ഈ പറഞ്ഞ ബിർസ മുണ്ടയുടെ ജന്മദിനമാണ്, അതുകൊണ്ടാണ് ജാർഖണ്ഡ് നവംബർ 15. ഇതിന്റെ നടുക്ക് മുകളിലുള്ള ഉത്തരാഖണ്ഡ്. 2000 നവംബർ 1, 2000 നവംബർ 9, 2000 നവംബർ 15 ചത്ത ഉത്തരയെ ജാറിലാക്കി 3 സ്റ്റേറ്റ് രൂപീകരിക്കപ്പെട്ടു. ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം, ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം, ജാർഖണ്ഡ് എന്ന സംസ്ഥാനം. 2000 നവംബർ 1 ഛത്തീസ്ഗഡ്, 2000 നവംബർ 9 ഉത്തരാഖണ്ഡ്, 2000 നവംബർ 15 ജാർഖണ്ഡ്. പഠിച്ചോ? എഴുതി വെച്ചേക്ക്. ഇതൊക്കെ ചോദ്യം ചോദിക്കും. 25ാമത്തെ സ്റ്റേറ്റ് ഗോവയായിരുന്നു. ക്ലിയർ ആണോ മക്കളെ? ഒരൊറ്റ പോയിന്റ് പറയട്ടെ, എല്ലാം പറഞ്ഞാൽ നമുക്ക് സമയം പോകും, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാത്തത്. ഇത്തരം ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വേറെ കിട്ടും. നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. നമ്മുടെ തെലുങ്കാന എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, തെലുങ്കാന. ഇത് PSCയുടെ സ്ഥിരം ചോദ്യമാണ്. PN ശ്രീകൃഷ്ണ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൻമോഹൻ സിംഗിന്റെ അവസാന ഒരു പീരീഡ് 2014. 2014 ജൂൺ മാസം 2-ാം തീയതി ഓർത്തു വെച്ചേക്കണം. ഈ ഡേറ്റും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2014 ജൂൺ 2-ാം തീയതി ഇന്ത്യയിലെ 29ാമത് സംസ്ഥാനമായിട്ട് ആര് വരുന്നു? തെലുങ്കാന വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ചിലരെങ്കിലും ശങ്കിച്ചു, 29 സ്റ്റേറ്റ് ഉണ്ടോ മനുഷ്യ? എടാ, 29 സ്റ്റേറ്റ് നിലവിലില്ല. പക്ഷെ 2014 29ാമത്തെ സംസ്ഥാനമായിട്ടായിരുന്നു ആര് വന്നത്? തെലുങ്കാന വന്നത്. 2014 ജൂൺ 2-ാം തീയതി തെലുങ്കാന രൂപീകരിച്ചു. ആരുടെ ശുപാർശ പ്രകാരം? ഏത് കമ്മിറ്റിയുടെ? PN ശ്രീകൃഷ്ണ കമ്മിറ്റി. ഓക്കെ ആണോ? അവിടെ ഒരു പോയിന്റ് ഉണ്ട്. നിലവില് നമ്മുടെ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി അല്ലെ? അതോടുകൂടി 29 സംസ്ഥാനം ഉണ്ടായിരുന്നു. ഇപ്പൊ എത്രയുള്ളൂ? ഇപ്പൊ 28 ഉള്ളൂ. ക്ലിയർ ആണോ? അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഗോവൻ സംസ്ഥാനം 25ാമത്തെ സംസ്ഥാനമാണ്. 56ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ 1987 ഗോവ രൂപീകരിക്കുന്നത്. ഗോവൻ വിമോചനം അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ ആധിപത്യം അവസാനിപ്പിച്ചത് 61. ഓക്കെ, ഫ്രഞ്ചുകാരുടെ ആധിപത്യം അവസാനിച്ചത് ഇന്ത്യയിൽ 54. ബ്രിട്ടീഷുകാരുടെ 47. ബ്രിട്ടീഷ് 47, ഫ്രഞ്ച് 54, പോർച്ചുഗീസ് 61. ആദ്യം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ പോർച്ചുഗീസുകാർ 498. അവസാനം ഇവിടുന്ന് പോയതും പോർച്ചുഗീസുകാർ 961. ഗോവൻ വിമോചന ദിനം ഡിസംബർ 19. അതിനൊരു വർഷം മുമ്പാണ് സിന്ധു നദീജല കരാർ 1960 സെപ്റ്റംബർ 19. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ പോഡാ ബീഫ് എന്ന കോഡ് ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? നോക്കൂ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2-ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം ശ്രദ്ധിക്കണേ. 2-ാം ഘട്ടം എന്ന് എടുത്തു ഞാൻ പറയുന്നു, അത് നിർവഹിച്ചത് പിണറായി വിജയനായിരുന്നു. 2026 ജനുവരി 24-ാം തീയതി റിപ്പബ്ലിക് ദിനത്തിന്റെ 2 ദിവസം മുമ്പ് 2-ാം ഘട്ടം. റിപ്പബ്ലിക് ദിനത്തിന്റെ 2 ദിവസം മുമ്പ് 2-ാം ഘട്ടം വിഴിഞ്ഞം. റിപ്പബ്ലിക് ഡേയുടെ 2 ദിവസം മുമ്പ് 2-ാം ഘട്ടം. തുറമുഖത്തിന്റെ വാർഷിക ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷി 15 ലക്ഷം TEU നിന്ന് 50 ലക്ഷം TEU. അതിന്റെ ഒരു ക്വാണ്ടിറ്റിയുടെ ഇതാട്ടോ പറയുന്നത്. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ മറ്റൊരു ചോദ്യമാണ്. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രോജക്ട് എക്സലൻസ് സ്വന്തമാക്കിയ തുറമുഖം ചോദിച്ചാൽ ഇന്ത്യയില് ഇപ്പൊ വിശാഖപട്ടണം, ചെന്നൈ അല്ലെങ്കിൽ കൊൽക്കത്ത തുറമുഖമൊക്കെ ഉണ്ടല്ലോ. അവിടെ മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രോജക്ട് എക്സലൻസ് സ്വന്തമാക്കിയ തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞം. മക്കളെ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ വനിതാ കമ്മീഷന്റെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഒക്കെ അധ്യക്ഷന്മാരെ പറഞ്ഞു. അവിടെ ഞാൻ സ്റ്റാർ ഇട്ട് വെച്ചിരുന്നു. എന്തുകൊണ്ടാണ്? മാറുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണേ എന്ന് പറഞ്ഞു. കേരള ഹൈക്കോടതിയുടെ നിലവിൽ ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോഴുള്ള ചീഫ് ജസ്റ്റിസ്, നിങ്ങൾ സംഖ്യ പഠിച്ചു വെച്ചാൽ മതി, അപ്പൊ തെറ്റില്ല. 40ാമത്തെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, 40ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് സൗമൻ സെൻ. സൗമൻ, ഒരു സൗമ്യനായ മനുഷ്യൻ. ജസ്റ്റിസ് സൗമൻ സെൻ. ജസ്റ്റിസ് സൗമൻ സെൻ 40ാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. എന്റെ ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയുടെ നിലവിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴേ 53ാമത് ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ജസ്റ്റിസ് സൂര്യകാന്ത്. സൂര്യകാന്തി പൂക്കളാണ് സുപ്രീം കോടതിയിൽ. ഇവിടെ ഒരു സൗമ്യനായ മനുഷ്യൻ. കേരള ഹൈക്കോടതിയിൽ ഒരു സൗമ്യനാണെങ്കിൽ സുപ്രീം കോടതിയിൽ സൂര്യകാന്തി പൂക്കളെ പോലുള്ള ഒരു മനുഷ്യൻ ജസ്റ്റിസ് സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്ത്. പഠിക്കുക. വിജയ കിഷോർ രാഹത്കർ കേന്ദ്ര വനിതാ കമ്മീഷന്റെ അധ്യക്ഷ. P സതീദേവി കേരളം. നോക്കൂ മക്കളെ, ഐ റിപ്പീറ്റ്, ഇത് ഇപ്പൊ നിലവിലുള്ളതാണ്, നിങ്ങൾ ചെക്ക് ചെയ്യണേ. കോശങ്ങൾ അമിതമായി വളർന്ന് മുഴകൾ ഉണ്ടാകുന്ന അപൂർവ ജനിതക രോഗമായ പ്ലെക്സിഫോം ന്യൂറോ ഫൈബ്രോമാറ്റോസിസ്, അത് നമുക്ക് ചുരുക്കിയിട്ട് PN എന്ന് വിളിക്കാം. പ്ലെക്സിഫോം ന്യൂറോ ഫൈബ്രോമാറ്റോസിസ്. ഇപ്പൊ ഫൈബ്രോയിഡ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് മുഴകൾ എന്ന് കിട്ടും.
ആ ഒരു രോഗം അല്ലെങ്കിൽ ആ രോഗിക്ക് ഇങ്ങനെ ഒരു രോഗം വന്നൊരാൾക്ക് രാജ്യത്ത് ആദ്യമായിട്ട് സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. പഠിക്കണം. കേരളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പൊ പ്ലെക്സിഫോം ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് എന്ന രോഗത്തിന് സൗജന്യ ചികിത്സ നൽകിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ചോദിച്ചാലും നമ്മുടെ കേരളമാണ്. നോക്കൂ, നമ്മുടെ കായിക മന്ത്രിയായിരുന്ന അബ്ദുറഹിമാൻ സാറ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കായിക വകുപ്പിന്റെ മൊത്തം കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരു കായിക ഭവൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. ആ ബിൽഡിംഗ് തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. അതുപോലെ തന്നെ ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ഓർത്തു വെച്ചേക്കുക. അപ്പൊ നമ്മുടെ മന്ത്രിയുടെ ഫോട്ടോയും ഇങ്ങനൊരു ഇടപെടൽ നടത്തിയതൊക്കെ കുറിച്ചുള്ള പത്രക്കട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നോട്ട് ചെയ്തുക. പ്ലെക്സിഫോം ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് കണ്ട നിങ്ങൾ, സൗജന്യ ചികിത്സ. ക്ലിയർ. ലോകത്തിൽ ആദ്യമായിട്ട് ക്രോൺ ഹൈബ്രിഡ് അരി വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? ലോകത്തിൽ ആദ്യമായിട്ട് ക്രോൺ ഹൈബ്രിഡ് അരി വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈനയാണ് മക്കളെ, ചൈന. ലോകത്ത് ആദ്യമായിട്ട് നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ഒരു പ്രാണിവർഗം. പല ജീവജാലങ്ങൾക്കും അത്തരത്തിലുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ അനുവദിച്ചു കൊടുക്കാറുണ്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അല്ലെ, പല സർക്കാരുകളും. അപ്പൊ ലോകത്തിൽ തന്നെ നിയമപരമായിട്ട് അവകാശങ്ങൾ ലഭിക്കുന്ന പ്രാണിവർഗമാണ് ആമസോണിലെ കൊമ്പില്ലാത്ത തേനീച്ചകൾ. ആമസോണിലെ കൊമ്പില്ലാത്ത തേനീച്ചകൾ. ആ പത്രക്കട്ടിക്ക് നോക്കൂ നിങ്ങൾ. മലിനീകരണം പാടില്ല, കോടതിയിലും പോവാം. ആമസോണിലെ കൊമ്പില്ലാത്ത തേനീച്ചകൾക്ക് നിയമപരിരക്ഷ. ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന പ്രാണിവർഗമായിരിക്കുകയാണ് ആമസോൺ കാടുകളിലെ കൊമ്പില്ലാത്ത തേനീച്ചകൾ. പെറുവിലെ സാറ്റിപ്പോ, നൗറ്റ എന്നീ 2 മുനിസിപ്പാലിറ്റികൾ പുറത്തിറക്കിയ പ്രാദേശിക ഓർഡിനൻസ് പ്രകാരമാണ് നിലനിൽക്കാനും അഭിവൃദ്ധിപ്പെടാനുമുള്ള നിയമപരമായ അവകാശമുള്ളവരായി ഈ തേനീച്ചകൾ മാറിയത്. മനുഷ്യന്മാരുടെ മാത്രമല്ല ഈ ഭൂമി എന്ന് ഉറക്കെ വിളിച്ചോദിക്കുന്ന ഒരു ഇടപെടലായിരുന്നു ഈ പറഞ്ഞ ലോകത്തിന്റെ ഒരു കോണിൽ പെറുവിൽ നടന്ന കാര്യം. അപ്പൊ അതെവിടെയാണ് ചോദിച്ചാൽ ആമസോണിലെ കൊമ്പില്ലാത്ത തേനീച്ചകൾക്കാണ് ഇങ്ങനെ ഒരു പ്രാണിവർഗത്തിന് നിയമപരമായ അവകാശം ലോകത്ത് ആദ്യമായി കിട്ടുന്നത് കേട്ടോ. മക്കളെ, മത്സ്യബന്ധനം, മത്സ്യകൃഷി എന്നിവയിലെ സാങ്കേതിക വിദ്യ നവീകരണം എന്നിവയിൽ സഹകരിക്കുന്നതിനായി 2026 ജനുവരിയിൽ ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ച രാജ്യം. നമുക്കറിയാം, നമ്മുടെ നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു. ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ യുദ്ധത്തിലൊക്കെ ആണെങ്കിലും ഇറാനുമായി നമ്മൾ അല്ലെങ്കിൽ ഇസ്രായേൽ കേൾക്കുമ്പോൾ അല്ലേ, നമ്മൾക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് മീൻ പിടിക്കാൻ ഇസ്രായേൽ ഹെൽപ്പ് ഉണ്ട് കേട്ടോ. മീൻ പിടിക്കാൻ ഇസ്രായേൽ ഹെൽപ്പ് ഉണ്ട് എന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ മത്സ്യബന്ധനത്തെ കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു രസകരമായ ചിന്ത ഉണ്ടാവും അല്ലെ. ഹൈബ്രിഡ് അരി എവിടെയാണ്? ചൈന. അപ്പൊ അതുപോലെ തന്നെ കൊമ്പില്ലാത്ത തേനീച്ചയെ മറക്കണ്ട മക്കളെ. നമുക്കിനി കപ്പലിലേക്ക് പോകാം. ഇവിടെ അടുത്തൊരു 3 ഷിപ്പുകളെ കുറിച്ച് ഞാൻ പറയാൻ പോവാണ്, നിങ്ങൾ പഠിക്കണേ. കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന വസ്തുക്കൾ നീക്കാനും തീയണയ്ക്കൽ അടക്കമുള്ള രക്ഷാദൗത്യങ്ങൾ നടപ്പാക്കാനും ലക്ഷ്യമിട്ട് തീരദേശ സേനയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കപ്പലിന്റെ പേരാണ് ICGS സമുദ്രപ്രതാപ്. ചോദ്യം ഒന്ന് മനസ്സിരുത്തി വായിച്ചിട്ടൊന്ന് മനസ്സ് കേട്ടിക്കുക എല്ലാവരും. കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാവുക. എടാ, നമ്മുടെ നാട്ടിലൊരു പ്രതാപിയുണ്ട് അല്ലെ. ആ പ്രതാപി ആയിരിക്കും എന്ത് ചെയ്യുക, അവിടെ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ, ഭീഷണിയൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും രക്ഷാദൗത്യം നടപ്പിലാക്കണമെങ്കിൽ എല്ലാത്തിനും ഒരു ആളായി നിൽക്കുക. അങ്ങനെ ആലോചിക്കുക. കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാവുന്ന വസ്തുക്കൾ നീക്കലായിക്കോട്ടെ, തീയണക്കലായിക്കോട്ടെ, രക്ഷാദൗത്യങ്ങളായിക്കോട്ടെ, ഇതിനാര് ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ സമുദ്രപ്രതാപ് ICGS സമുദ്രപ്രതാപ്. ഇവിടെ പത്രക്കട്ടിങ്ങുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കി, എന്റെ പിറകിൽ കാണില്ല. കടൽ വൃത്തിയാക്കാൻ സമുദ്രപ്രതാപ് തദ്ദേശീയമായി നിർമ്മിച്ച കപ്പലാണ് സമുദ്രപ്രതാപ്. അതിനിടയിൽ ചെറിയൊരു പോയിന്റ്, നമുക്ക് 3 കപ്പലുകൾ പറയാനുണ്ട്. ചെറിയൊരു പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി AI ക്ലിനിക് എന്ന് ചോദിച്ചാൽ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ആലോചിക്കുക, സർക്കാർ ആശുപത്രി ജിമ്മ് പോലെയാണെന്ന് ആലോചിച്ചിട്ടോ. സർക്കാർ ആശുപത്രി ജിമ്മ് പോലെ നമുക്ക് ഒരുപാട്, ജിമ്മിൽ പോയ നോ ഐഡിയ, ഫുൾ AI ആണ് ആ സർക്കാർ ഹോസ്പിറ്റലിൽ ഒരു ക്ലിനിക്ക് അല്ലെ. ജിംസ് നോയിഡ എന്നുള്ളത് നോ ഐഡിയ എന്നൊക്കെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നോയിഡ. അപ്പൊ ജിംസ് നോയിഡ, നോ ഐഡിയ കേട്ടോ. അപ്പൊ ജിംസ് നോയിഡ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി അധിഷ്ഠിത AI ക്ലിനിക്ക്. AI എന്ന് കേൾക്കുമ്പോൾ നോ ഐഡിയ എന്ന് ആലോചിക്കുക. AI ഹോസ്പിറ്റൽ ആലോചിച്ച എല്ലാവരും. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി അധിഷ്ഠിത AI ക്ലിനിക്ക് ജിംസ് AI ക്ലിനിക് ആണ്. ഓർത്ത് വെച്ചേക്കണേ.
യെസ്. ഇനി നമുക്ക് രണ്ടാമത്തെ കപ്പല്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? സമുദ്രപ്രതാപ്. രണ്ടാമത്തെ കൗണ്ടിന്യാണ്. കൗണ്ടിന്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണികളില്ലാതെ പലകകൾ തുന്നിക്കെട്ടി. നോക്കൂ, കൗണ്ട് ചെയ്യാൻ ആണികളൊന്നുമില്ല, വെറും പലകകൾ ഇങ്ങനെ തുന്നിക്കെട്ടി പുരാതന രീതി ഉപയോഗിച്ച് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച ഒരു കപ്പലാണ് ഏതടാ? INS കൗണ്ടിന്യ. ഈ കൗണ്ടിന്യ നിർമ്മിച്ചത് ഒരു മലയാളിയാണ്, ബാബു ശങ്കരൻ എന്ന ചേട്ടനാണ്. അപ്പം ബാബു ശങ്കരൻ ചേട്ടന്റെ INSV കൗണ്ടിന്യ. എന്താ പ്രത്യേകത? ആണികളില്ലാതെ പലകകൾ തുന്നിക്കെട്ടി പുരാതന രീതിയിലുള്ളത് കൗണ്ടിന്യ. സമുദ്രത്തിൽ തീ അണയ്ക്കുക, രക്ഷാദൗത്യം, മറ്റു കാര്യങ്ങൾക്കൊക്കെ സമുദ്രപ്രതാപ്. കൗണ്ടിന്യ ബാബു ശങ്കരൻ ചേട്ടന്റെ ആണികളില്ലാതെ പലകകൾ ഉപയോഗിച്ച് പുരാതന രീതിയിലുള്ള കൗണ്ടിന്യ. ഓക്കെ ആണല്ലോ. ആ കൗണ്ടിന്യയുടെ മടക്ക യാത്രയെക്കുറിച്ചും ഈ പറയുന്ന ഒമാൻ സന്ദർശനത്തെ കുറിച്ചൊക്കെ വാർത്തകളുടെ വായിച്ചു നോക്കുക. എന്നാൽ മൂന്നാമത്തെ കപ്പൽ ഏതാടാ? അതൊരു പായ്ക്കപ്പലാണ്. ചോദ്യം ഞാൻ വായിക്കട്ടെ. ലോകം ചുറ്റിക്കറങ്ങാൻ പോവുകയാണ്, ലോകയാൻ എന്നൊരു പ്രോജക്റ്റ്. നോക്കൂ, അതിനു മുമ്പ് ഇങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യൻ നാവികസേനയുടെ ഒരു സെയിൽ പരിശീലന കപ്പൽ വന്നത് INS തരംഗിണി ആയിരുന്നു. അപ്പൊ ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ സെയിൽ പരിശീലന കപ്പൽ ഏത് ചോദിച്ചാൽ അത് INS തരംഗിണിയാണെങ്കിൽ ഇപ്പൊ പുതിയ കപ്പൽ INS സുദർശിനി. സമുദ്രപ്രതാപ് പഠിച്ചു, INSV കൗണ്ടിന്യ പറഞ്ഞു, ഇനി INS സുദർശിനി. അതുപോലെ തൊട്ട് മുമ്പത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ചോദ്യം, അന്തർവാഹിനി. അതും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ കമന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നാലാമത്തത് INSV സുദർശിനി. എടാ, സുദർശന ചക്രം അല്ലെ, മഹാവിഷ്ണുവിന്റെ ആ വിരലിൽ കാണുന്ന സുദർശന ചക്രം അല്ലേ, മൊത്തം ഇങ്ങനെ ഭൂമിയെ തന്നെ കറക്കി വരാൻ ആ ഒരു പവർ ഉണ്ടെന്ന് ആലോചിക്കുക. അപ്പൊ സുദർശിനി എന്ന് പേര് വരുമ്പം ലോകം മൊത്തം കറങ്ങുക. അങ്ങനെ ലോക പര്യടനത്തിന് തുടക്കം കുറിക്കുകയാണ് ലോകയാൻ 2026. അപ്പൊ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായുള്ള ഈ ഒരു സെയിൽ പരിശീലന കപ്പലിന്റെ പേര് INS സുദർശിനി. സമുദ്രപ്രതാപ്, സമുദ്ര രക്ഷാ ദൗത്യം. കൗണ്ടിന്യ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ആണികൾ ഉപയോഗിക്കാതെ കൂട്ടിച്ചേർക്കുക. ഇഷ്ടപ്പെട്ട ആലോചിക്കുക. സമുദ്രപ്രതാപ്, കൗണ്ടിന്യ, സുദർശിനി. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഏതായിരുന്നു? അത് അരിസുധൻ അല്ലെ, INS അരിസുധൻ. അരിഹന്ത് ഉണ്ട്, അരിസുധൻ ഉണ്ട്, പലതും ഉണ്ട് അന്തർവാഹിനി. ആദ്യത്തത് അരിഹന്താണെങ്കിൽ നാലാമത്തത് അരിസുധൻ. അപ്പൊ ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ സെയിൽ പരിശീലന കപ്പൽ ഏതാണ്? INS തരംഗിണി. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രേം നസീർ ഫൗണ്ടേഷന്റെ 2026 പ്രേം നസീർ പുരസ്കാരം. പ്രേം നസീർ എന്ന് കേൾക്കാൻ നമ്മുടെ നിത്യഹരിത നായകനാണ്. അതുപോലെ മലയാളത്തിൽ പ്രത്യേകിച്ച് ലാലേട്ടന്റെ ഒക്കെ സിനിമകൾ ഇങ്ങനെ എവർഗ്രീൻ മൂവീസ് ഒക്കെ നമുക്ക് സംഭാവന ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സംവിധായകൻ പ്രിയദർശൻ അല്ലെ. ഇപ്പൊ ഹിന്ദിയിലൊക്കെ ഏറ്റവും ടോപ്പ് ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്ത പ്രിയദർശൻ, നമ്മുടെ സ്വന്തം പ്രിയേട്ടൻ അല്ലെങ്കിൽ പ്രിയദർശൻ, അദ്ദേഹത്തിന് പ്രേം നസീർ പുരസ്കാരം കിട്ടുന്നു. മക്കളെ, ക്ലാസ്സിന്റെ ലെങ്ത് നീണ്ടുപോയി എനിക്കറിയാം. ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇതുപോലത്തെ കണക്റ്റഡ് ഫാക്റ്റോ മറ്റ് GK ഒന്നും പറയണ്ട, വളരെ ഷോർട്ടായിട്ട് മതിയെങ്കിൽ അങ്ങനെ അഭിപ്രായം പറയുക. ഇല്ല, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുക, അതിന്റെ അഭിപ്രായം പറയുക. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഒന്നാമത്തെ ചോദ്യം കമന്റ് ചെയ്തിട്ട് 4 ഓപ്ഷൻ A, B, C, D ഇതുവരെയുള്ള 11 ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. രണ്ടാമത്തെ ചോദ്യം സമയമെടുത്ത് വായിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചോദ്യം നോക്കുക. ഓപ്ഷൻ A, B, C, D ഉണ്ട്, അതിനെ ഒപ്പിച്ചിട്ടുള്ള 1, 2, 3, 4 നമ്പർ ഉണ്ട്. ഇതിനകത്ത് ഏതാണോ ശരി നിങ്ങളത് സ്ക്രീൻ നന്നായിട്ട് നോക്കുക, വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. മക്കളെ, നിങ്ങളോട് പറയാനുള്ളത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ 2 ചാനലുണ്ട്. 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് PSC പഠിക്കുന്ന കൂട്ടുകാരുടെ അവർക്ക് അയച്ചു കൊടുത്ത് പറയാ, ഇങ്ങനൊരു 150 കറണ്ട് അഫേഴ്സ് ഉണ്ട്, നിനക്ക് 80 മാർക്ക് കിട്ടുമെങ്കിൽ നിനക്ക് എഴുതാൻ പോകുന്ന പരീക്ഷയിൽ 20 മാർക്ക് കറണ്ട് അഫേഴ്സ് ഫ്രീ ആയിട്ട് കിട്ടാൻ നല്ലൊരു മാർഗമാണ് നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ മന്ത്ലി വൈസ് ക്ലാസ്, ടോപ്പിക് വൈസ് ക്ലാസ് നിങ്ങൾ കമന്റ് ചെയ്യുക, എല്ലാം ഇതിനകത്തുണ്ട്. ഇപ്പൊ VBG റാംജി നിങ്ങളെ ടോപ്പിക് വൈസ് പഠിപ്പിച്ചു. IFFK അല്ലെ, നമ്മുടെ പ്രധാനപ്പെട്ട ഇവന്റ് നമ്മൾ പഠിച്ചു. ഇനി ഓരോ ടോപ്പിക് വരുമ്പോഴും നമ്മൾ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. ഇപ്പൊ ഈ അടുത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടോപ്പിക് ആയിട്ട്. ഈ 2026 നടന്ന റിപ്പബ്ലിക് ദിന പരേഡ്, പത്മ പുരസ്കാരങ്ങൾ, ഇതെല്ലാം നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾ എന്തുമാത്രം ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അല്ലെ. നമ്മളെ മനുഷ്യൻ വീണ്ടും ചന്ദ്രനെ ചുറ്റാൻ വേണ്ടി പോയി, ചന്ദ്രനിൽ ഇറങ്ങിയില്ലെങ്കിലും അപ്പോ അമേരിക്കയുടെ ആ ഒരു ദൗത്യം, നാസയുടെ, അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് വരും. അപ്പൊ അതെല്ലാം ഉൾക്കൊള്ളുന്ന 150 ക്ലാസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിച്ച് കൂടെ കൂടുക. വീണ്ടും അടുത്ത ക്ലാസ് കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.